സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്ര നേതൃത്വവുമായി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നു. കേന്ദ്ര നേതൃത്വം ഈ വളരെ ഇടം കൂടി യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യം വന്ദേമാതരം. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും അമ്പലത്തറ വാർഡിലെ കൌൺസിലർ കൂടിയായിട്ടുള്ള ശ്രീമതി സിമി ജ്യോതിഷിനെ ക്ഷണിച്ചു. ബഹുമാന്യനായിട്ടുള്ള യോഗത്തിന്റെ അധ്യക്ഷനും സിറ്റി ജില്ലയുടെ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ കരമന ജയൻ അവർ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് അവർ, സംസ്ഥാന സെക്രട്ടറിയും കൌൺസിലറുമായിട്ടുള്ള ശ്രീ വി രാജേഷ് അവർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്രീലേഖ അവർ, കൌൺസിലർ ശ്രീ എം.ആർ. ഗോപൻ അവർ, ശ്രീ സജി അവർ, മറ്റിവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. നാളെ നടക്കുന്ന മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള വിപ്പ് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനായിട്ടാണ് ഇന്ന് ഈ യോഗം ചേർന്നിട്ടുള്ളത്. ഇതിൽ പങ്കെടുത്തിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് അവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ അവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്രീലേഖ IPS അവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സംസ്ഥാന സെക്രട്ടറി ശ്രീ വി രാജേഷ് അവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മേഖലാ ജനറൽ സെക്രട്ടറിയും കൌൺസിലറുമായിട്ടുള്ള ശ്രീ എം.ആർ. ഗോപൻ അവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ സജി അവരെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ചേർന്നിട്ടുള്ള എല്ലാ സഹ കൌൺസിലർമാർക്കും അവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ജില്ലയുടെയും മണ്ഡലത്തിന്റെയും ഒക്കെ വിവിധ ചുമതലകൾ നിർവഹിക്കുന്ന സഹപ്രവർത്തകർ ഇവിടെ ഉണ്ട്, അവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരെയും ഇവിടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന അധ്യക്ഷന്റെ പ്രതിനിധിയായി ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ എസ് സുരേഷ്, പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ശ്രീമതി ശ്രീലേഖ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ മുൻ ജില്ലാ പ്രസിഡന്റ്, മുൻ ജില്ലാ അധ്യക്ഷനും കൂടിയായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള ശ്രീ വി രാജേഷ്, പാർട്ടിയുടെ മേഖലാ ജനറൽ സെക്രട്ടറി ശ്രീ എം.ആർ. ഗോപൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ പാപ്പനംകോട് സജി, ശ്രീമതി സിമി ജ്യോതിഷ്, പ്രിയമുള്ള സഹപ്രവർത്തകർ, കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഡിസംബർ 9. കഴിഞ്ഞ ഡിസംബർ 13-ാം തീയതി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കുന്ന സമയത്ത് കേരള രാഷ്ട്രീയം ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് സഞ്ചരിക്കാൻ പോവുകയാണ് എന്നതിന്റെ സൂചനയാണ് കേരളത്തിന്റെ
തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്ത് ഈ നഗരത്തില് ഭാരതീയ ജനതാ പാർട്ടിക്കാരനായിട്ടുള്ള ഒരു മേയറെ ജനങ്ങൾ തെരഞ്ഞെടുക്കാൻ BJPയെ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയാണ് തിരുവനന്തപുരത്തിന്റെയും കേരളത്തിന്റെയും പൊതുസമൂഹം സ്വീകരിച്ചിട്ടുള്ളത്. ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള കേരളം, ഈ കേരളത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം എന്ന ഈ തലസ്ഥാന നഗരം കഴിഞ്ഞ 40-45 വർഷക്കാലം വികസനത്തിന്റെ പാതയിൽ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വിഷമത്തോടുള്ള കാഴ്ചയാണ് നാം കണ്ടിട്ടുള്ളത്. രാജ്യത്തിന്റെ മറ്റെല്ലാ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാന ജില്ലകള്, തലസ്ഥാന നഗരങ്ങള് വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം നഗരം വികസനത്തിന്റെ കാര്യത്തിൽ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുന്ന ആ കാഴ്ച, അനുഭവം ഇനി മാറാൻ പോവുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരമാക്കി, ഏറ്റവും ശുദ്ധിയുള്ള നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റാനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDAക്ക് ഇനി അങ്ങോട്ട് കൈവരിച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ കാലമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവേട്ടൻ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലെ ഒരു കാര്യം പറയുകയുണ്ടായി. BJPക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മേയർ സ്ഥാനം ഏറ്റെടുത്ത 45-ാം ദിവസം ആരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്തെ ജനങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് അടുത്ത 5 വർഷം ഈ തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്ന വികസന പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞെങ്കിൽ ആരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ജനുവരി അവസാനത്തോടുകൂടി തന്നെ വരും. അദ്ദേഹം 5 വർഷക്കാലത്തെ വികസന പദ്ധതികൾ ജനങ്ങളോട് പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. പറഞ്ഞത് പ്രവർത്തിക്കുക, പ്രവർത്തിക്കുന്നത് മാത്രം പറയുക എന്നുള്ളതാണ് പാർട്ടി. അതാണ് ഭാരതീയ ജനതാ പാർട്ടി. കഴിഞ്ഞ 13 ശേഷം എല്ലാവരും ഉറ്റുനോക്കുന്നത് തിരുവനന്തപുരത്തിന്റെ മേയർ ആരാണ്, തിരുവനന്തപുരത്തിന്റെ ഡെപ്യൂട്ടി മേയർ ആരാണ്. BJPയുടെ മേയർ സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും മാധ്യമ സുഹൃത്തുക്കളും പൊതുസമൂഹവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയുന്നു, BJP അച്ചടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം ശിരസാവഹിക്കുന്ന പാർട്ടി പ്രവർത്തകരാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് എന്ന് ഞാൻ അടിമകേറ്റ് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ BJPയുടെ 50 കൗൺസിലർമാരും ഇവിടെ യോഗം ചേർന്നു. ജനാധിപത്യപരമായിട്ട് 50 കൗൺസിലർമാർക്കും ആര് മേയറാകണമെന്നുള്ള അഭിപ്രായം ചോദിച്ചു. വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം, പാർട്ടിയുടെ എല്ലാ കൗൺസിലർമാരും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ ഞാനും അഡ്വക്കേറ്റ് സുരേഷും ശ്രീ സ്വാമിനും കൂടി ആ റിപ്പോർട്ട് സംസ്ഥാന അധ്യക്ഷന് സമർപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷൻ പാർട്ടിയുടെയും മറ്റ് വിവിധ പ്രസ്ഥാനങ്ങളുടെയും ആലോചിച്ചുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. തിരുവനന്തപുരത്തിന്റെ മേയർ ആരാണെന്നും ഡെപ്യൂട്ടി മേയർ ആരാണെന്നും പാർട്ടിയുടെ ആരാധനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ തീരുമാനം എടുത്തു കഴിഞ്ഞു. ആ തീരുമാനം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ട് വന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ S. സുരേഷ് ഇവിടെ മാധ്യമങ്ങളുടെ മുമ്പിലും കൗൺസിലർമാരുടെ മുമ്പിലും പാർട്ടി പ്രവർത്തകരുടെ മുമ്പിലും പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാനൊരു കാര്യം പറയാം. പല മാധ്യമ സുഹൃത്തുക്കളും എന്നോട് ഇപ്പോൾ വരുന്ന സമയത്ത് ചോദിച്ചു, പാർട്ടി തീരുമാനം എല്ലാവരും ശിരസാവണം, അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്.
അത് സന്തോഷപൂർവ്വം തന്നെ. കാരണം ജനങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം BJPക്ക് ഭരണം തരികയാണ്. അന്ന് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അത് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ ജനങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായും നിർവഹിക്കാനാണ് ജനങ്ങൾ നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. 50 കൗൺസിലർമാരും ജനഹിതം അനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്ത് കഴിഞ്ഞു. അത് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് വികസനത്തിന്റെ വസ്ത്രത്തെ കാര്യമായിരിക്കുമെന്നുള്ള കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മേയർ സ്ഥാനാർത്ഥിയെയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിക്കാൻ ശ്രീ എസ് സുരേഷിനെ ആദരവോടും ക്ഷണിച്ചു പോകും. ബഹുമാനികളായിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമനജയൻ അവർ, പാർട്ടിയുടെ സമാജാധ്യക്ഷയായിട്ടുള്ള സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ആർ ശ്രീലേഖ അവർ, പാർട്ടിയുടെ ബഹുമാനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ശ്രീ വി രാജേഷ്, പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയുടെ ലീഡറായിട്ടുള്ള ശ്രീ എം ആർ ഗോപൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീമതി സിമി ജ്യോതിഷ്, ശ്രീ പാപ്പനംകോട് സജി, സഹപ്രവർത്തകരായിട്ടുള്ള കൗൺസിലർമാരെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നേരത്തെ ജില്ലാ അധ്യക്ഷനോട് സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ഭരണത്തിന് വേണ്ടിയുള്ള ഗേറ്റ് വേയാണ് തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഭരണം. ഈ ഭരണം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സമഗ്രമായിട്ടുള്ള ചർച്ചകളും പദ്ധതികൾക്കും ശേഷം ഞങ്ങൾ ഇന്ത്യയിലെ തന്നെ ഒരു മാതൃകാ നഗരമായിട്ട് തിരുവനന്തപുരം നഗരത്തെ മാറ്റിയത്. അതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ സ്വപ്നം. അതിനുള്ള പിന്തുണയാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമുക്ക് നൽകിയിരിക്കുന്നത്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ തിരുവനന്തപുരത്ത് ുള്ള 50 കൗൺസിലർമാർ 50 പേരിൽ ഇവിടെ മേയറാകാനും ഡെപ്യൂട്ടി മേയറാകാനും എല്ലാം യോഗ്യതയുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ നടത്തിയ 101 സ്ഥാനാർത്ഥികൾ. അത് 50 പേർ തെരഞ്ഞെടുക്കപ്പെട്ടു. ആ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് 2 പേർ മാത്രമാണ് മേയറും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയറുമാകാൻ സാധിക്കുക. മറ്റെല്ലാവരും ഒരു കുടുംബം എന്ന നിലയിൽ കൂട്ടായിട്ട് മനസ്സോടുകൂടി നമുക്ക് പിടിച്ചു ചേർത്ത് നരേന്ദ്രമോദി നമുക്ക് നൽകുന്ന പിന്തുണയോടുകൂടി വികസിത തിരുവനന്തപുരം എന്നുള്ള യാഥാർത്ഥ്യമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് നമ്മളുടെ സംസ്ഥാന മതം. 1951 മുതൽ ജനസംഘത്തിന്റെ കാലഘട്ടം മുതൽ 2025 ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ പിന്നിട്ട 75 വർഷം ഒരു വലിയ ആദർശത്തിന് വേണ്ടി ത്യാഗമായിട്ട് പ്രവർത്തിച്ച് പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് കാത്തു സൂക്ഷിച്ച ലക്ഷോപലക്ഷം വരുന്ന പ്രവർത്തകരുടെ ഒരു വലിയ പാരമ്പര്യത്തിന്റെ നേരവകാശങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നമ്മളോട്. ആ പാരമ്പര്യം കൈമുതലാക്കിക്കൊണ്ട് സഭയിലും അതോടൊപ്പം തന്നെ BJPക്ക് ഭരണമുള്ള 2 നഗരസഭകൾ, തൃപ്പൂണിത്തുറയിൽ, പാലക്കാട് ഉൾപ്പെടെയുള്ള നഗരസഭകളിൽ സ്ഥാനാർത്ഥികളായിട്ട് മേയർ, ഡെപ്യൂട്ടി മേയർ, അതോടൊപ്പം തന്നെ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ സ്ഥാനങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന അധ്യക്ഷൻ തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചുള്ള തീരുമാനമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റെല്ലാ മാധ്യമ പ്രവർത്തകർക്ക് പ്രസ് റിലീസായിട്ട് ഇതിനോടകം ലഭിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ എന്നിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ ലഭിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ മേയർ സ്ഥാനാർത്ഥിയായി നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുൻ ജില്ലാ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ വി രാജേഷ്. വി രാജേഷിനെ ഇപ്പോൾ ഇരിക്കുന്ന സമയത്ത് രാജേഷിനെ ഒരു പഴയ ചരിത്രം ഓർമ്മിപ്പിച്ചു. 1996 വി രാജേഷിനെ ABVPയുടെ നെടുമങ്ങാട് താലൂക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടും നാമനിർദ്ദേശം ചെയ്ത ആള് ഞാനാണ്. അന്ന് ഞാൻ ABVPയുടെ സംസ്ഥാന ജില്ലാ പ്രമുഖായിരുന്നു. അത് ചരിത്രത്തിന്റെ നിയോഗം എന്ന നിലയിൽ വികസിത അനന്തബുദ്ധിക്ക് നേതൃത്വം നൽകാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയായി
ചെയ്യാൻ അവസരം ലഭിച്ചത് കൂടി ഞാൻ ഏറ്റെടുക്കുകയാണ്. അതുപോലെ ഈ കോർപ്പറേഷനിൽ നഗരസഭയിൽ BJP-യുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള മൂന്നാമത്തെ പ്രാവശ്യം കൗൺസിലറായിട്ട് ജയിച്ചു വന്ന പ്രിയപ്പെട്ട ആശാനാഥാണ് നമ്മുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ആശാനാഥ് നമുക്കറിയാം. ശ്രീ കൈമൻ ചന്ദ്രൻ 2015 BJP-യുടെ ജില്ലാ പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ കൈമൻ ചന്ദ്രനെ പാർലമെന്റിൽ ജയിപ്പിക്കാൻ സാധിച്ചത്. ആ കൈമൻ ചന്ദ്രൻ മരണപ്പെട്ടതിനു ശേഷം നമുക്ക് കിട്ടിയ നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ആശാനാഥ് അവിടെ ജയിച്ചു. അതിനുശേഷം ആ വാർഡ് ജനറൽ വാർഡായ സമയത്ത് ആശാനാഥ് ജയിച്ചു. ഇപ്പോൾ കരിമത്തും ജനറൽ വാർഡിൽ നിന്ന് തന്നെ ആശാനാഥിന് ഗംഭീര ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ സാധിച്ചു. ആശാനാഥാണ് നമ്മുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി എന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചരിത്രം തിരുത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഇടതിന്റെയും വലതിന്റെയും ചരിത്രത്തിന് ഒരു മാറ്റം വരുത്തി നേരിന്റെ ചരിത്രം തിരുവനന്തപുരത്ത് തിരുത്തി എഴുതിയിരിക്കുകയാണ്. ആ നേരിന്റെ ചരിത്രത്തെ മുന്നോട്ട് വയ്ക്കാൻ യാഥാർത്ഥ്യമാക്കാൻ ശ്രീ VV രാജേഷ് മേയറായി, ഡെപ്യൂട്ടി മേയറായി നമ്മുടെ ഈ കർമ്മ സാഹിത്യങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ സമാരാധനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ തീരുമാനം ഈ കൗൺസിലർമാരുടെ യോഗത്തിൽ ഞാൻ വിലയിരുത്തുന്നു. നിങ്ങളുടെ അനുവാദത്തോടുകൂടി അവതരിപ്പിക്കുന്നു. എല്ലാവർക്കും വിലയിരുത്തണം. നമസ്കാരം. നമ്മുടെ മേയർ സ്ഥാനത്തേക്ക് മേയറായിട്ട് മത്സരിക്കാൻ നിയുക്തനായിട്ടുള്ള ശ്രീ VV രാജേഷിനെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ കരമനന്ദേവൻ ക്ഷോഭനീച്ച് സ്വീകരിക്കും. ശ്രീമതി ശ്രീലേഖ മാഡം ശ്രീ VV രാജേഷിനെ സ്വീകരിക്കും. സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശ്രീലേഖ മാഡം അതുപോലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്രീമതി ആശാനാഥിനെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമനയെ സ്വീകരിക്കും. ശ്രീലേഖ മാഡം നമ്മുടെ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികൾക്ക് മധുരം നൽകുന്നതിനായി ബഹുമാനിയായിട്ടുള്ള നമ്മുടെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി ശ്രീലേഖ മാഡം ക്ഷണിക്കും. ആശിക്കും. അപ്പോ നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നു. ഇനി കൗൺസിലർമാരുടെ നമ്മൾ നിശ്ചയിച്ച പ്രകാരമുള്ള അജണ്ട പ്രകാരമുള്ള യോഗം ആരംഭിക്കുകയാണ്. മാധ്യമ സുഹൃത്തുക്കൾക്ക് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി. സസ്പെൻസിന് വിരാമണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സന്തോഷപൂർവ്വം എല്ലാവരും
ഇതിൽ കൗൺസിലേഴ്സിന് ചില പരിപാടികൾ കൊണ്ടുപോയി വൈകിട്ടാവുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കൗൺസിലർമാരെ പെട്ടെന്ന് വിടുന്ന അവരവരുടെ വാർഡുകളിലേക്ക് വിടേണ്ടതുണ്ട്. അത് കഴിഞ്ഞ ശേഷം രാജേഷ് മാധ്യമങ്ങളെ കാണും. എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്താണ്. പറയുന്നത്